നമസ്കാരം പ്രിയപ്പെട്ടവരെ. ദീർഘനേരം യാത്ര ചെയ്തിട്ട് ഞാൻ അമേരിക്കയിൽ വന്നിറങ്ങിയ ദിവസമാണിന്ന്. സത്യത്തിൽ അമേരിക്കയിലേക്കുള്ള യാത്ര ഇത്രയും കഠിനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത്ര ദീർഘനേരത്തെ യാത്രയായിരുന്നു. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിലെ ടെക്സാസിലുള്ള ഹ്യൂസ്റ്റൺ എന്ന വലിയ നഗരത്തിൽ വന്നിറങ്ങി. അവിടെയുള്ള എൻ്റെ സുഹൃത്ത് മാവേലിക്കരക്കാരനാണ്. ബ്ലസ്സൻ എന്ന് ഞങ്ങൾ വിളിക്കും. ജോൺ പവുത്തിക്കുന്നേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പേര്. ബ്ലസ്സനും ബിജുവും അവർ രണ്ടുപേരും വന്ന് എന്നെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. പക്ഷേ എൻ്റെ ലഗേജ് എത്തിയില്ല. ലഗേജ് എന്തോ കാരണത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും അതിനുവേണ്ടി കുറേ നേരം കളഞ്ഞു. ഇവിടെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏതാണ്ട് രാത്രി 1:30 എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 1 മണിയായി. ഈ സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം നേരം വെളുക്കുമ്പോൾ തന്നെ നാസ കാണാൻ വേണ്ടി പോവുകയാണ്. ഹ്യൂസ്റ്റണിലാണ്, ഇവിടെ തന്നെയാണ് നാസ. അതിനിടയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയെങ്കിലും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടില്ല എന്നതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായ യുദ്ധത്തെക്കുറിച്ച് തന്നെ ആദ്യ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് അതിൽ കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കി, എനിക്ക് ആകപ്പാടെ ഒരു വീഡിയോ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ UNAയുടെ സമരവുമായി ബന്ധപ്പെട്ട് കുറേ കഥകളുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. അതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു. ജാസ്മിൻ ഷായ്ക്കെതിരെയും എനിക്കെതിരെയും ഒക്കെ അന്തം കമ്മികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാരണം തലസ്ഥാന നഗരിയെ കോരിത്തെരിപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും CPMകാരെ ഞെട്ടിച്ചിരുന്നു. ഇത്രയും വലിയൊരു സമരം എങ്ങനെ സംഘടിപ്പിച്ചു എന്നതും ഇത് സർക്കാരിൻ്റെ മേലുള്ള ഒരു വലിയ അണുബോംബായി മാറുമെന്ന് ഭയവുമൊക്കെ ഉണ്ട്. അവർ അതുകൊണ്ട് സൈബർ ആക്രമണം നടത്തുകയാണ്. അതിനൊരു മറുപടി കൂടി പറയണമെന്നുണ്ട്. പറ്റിയാൽ ഇന്ന് തന്നെ ചെയ്യും, അല്ലെങ്കിൽ നാളെ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വല്ലപ്പോഴും വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ വീണ്ടും നൽകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് സാധ്യമല്ലെന്നാണ്. നമുക്ക് ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധത്തിലേക്ക് പോവാം. 7ാം ദിവസമാണ് ഇന്ന്. 7ാം ദിവസത്തിലേക്ക് കിടക്കുമ്പോഴും കാര്യമായ മാറ്റമൊന്നുമില്ല. ഇന്ന് അതിശക്തമായ ആക്രമണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. അമേരിക്കയും ഇസ്രായേലും മാറി മാറി ഇറാനിൽ, പ്രത്യേകിച്ച് ടെഹ്റാനിൽ ബോംബിട്ടുകൊണ്ടിരിക്കുന്നു. മിസൈൽ വർഷമാണ്. മാത്രമല്ല അവരുടെ പ്രതിരോധ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കിയാണ് യുദ്ധം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് പ്രതിരോധിക്കാൻ പോലും കഴിയുന്നില്ല. വലിയ തോതിൽ മിസൈൽ ആക്രമണം നടത്തുന്നു. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തച്ചുടച്ചുള്ള കടന്നാക്രമണമാണ്. നേരത്തെ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കൊന്നിരുന്നു. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തെങ്കിലും അമേരിക്ക അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തെയും കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിരോധിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വളരെ ശക്തമായ രീതിയിൽ ബോംബാക്രമണം നടന്നു. പക്ഷേ അപ്പോഴും ഇറാൻ്റെ മിസൈൽ ആക്രമണ സംവിധാനങ്ങളൊക്കെ തകർക്കുന്നു എന്ന് പറയുമ്പോഴും ഇറാൻ്റെ തിരിച്ചടിയും തുടരുന്നുണ്ട്. അതിനും ഒരു കുറവും വന്നിട്ടില്ല. ഒരുപക്ഷേ ഈ യുദ്ധം തുടങ്ങിയതിൽ ഏറ്റവും അധികം ആക്രമണം ഇറാൻ നടത്തിയത് ഇന്നലെയും ഇന്നുമാവാം. വലിയ തോതിൽ ആക്രമണം നടത്തി. സൗദിയിലേക്കും ഖത്തറിലേക്കും ബഹ്റിനിലേക്കുമൊക്കെ നിലയ്ക്കാത്ത ബോംബ് വർഷമാണ്. UAEയിലേക്ക് എത്ര മിസൈലുകളും ഡ്രോണുകളും വന്നു എന്നതിന് കണക്ക് പോലുമില്ല. അതിശക്തമായ ആക്രമണം. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഈ രാജ്യങ്ങളും പഠിച്ചു. ആദ്യം പുക കാണുമ്പോൾ, ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ആശങ്ക എല്ലാവർക്കും മാറി. ജീവിത യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മിസൈലുകൾക്കിടയിൽ, ഡ്രോണുകൾക്കിടയിൽ ജീവിക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും ഒരുക്കി കൊടുത്തിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായി ഈ രാജ്യങ്ങൾക്കൊക്കെ ഫലപ്രദമായി ഇറാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പലതും വീഴുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ന് റിയാദ് നഗരത്തിൽ വലിയ ബോംബ് സ്ഫോടനമുണ്ടായി. വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ പുകച്ചുരുളിൻ്റെ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഖത്തറിലും അതുപോലെ തന്നെ ദോഹയിലും ബഹ്റിനിലുമൊക്കെ ഇത് തന്നെ സംഭവിച്ചു. അബുദാബിയിലെ യാസ് മറീനയിൽ ഇന്ന് ഇറാൻ ബോംബ് വർഷിച്ചു. അതുപോലെ ബഹ്റിനിലെ ഏറ്റവും വലിയ റിഫൈനറി തീപിടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അവിടേക്ക് വലിയ അഗ്നിനാളം ഉയരുന്ന റിപ്പോർട്ടുകൾ കാണാം. അതായത് ഇറാൻ്റെ ആക്രമണം അതുപടി തുടരുന്നുണ്ട്. അതേസമയം ടെഹ്റാനെ ഛിന്നഭിന്നമാക്കുന്ന തരത്തിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക പറയുന്നത് ഇന്നേ വരെയുള്ള ഏറ്റവും വലിയ ആക്രമണം നടത്തിയത് ഈ ദിവസങ്ങളിലാണെന്നാണ്. ഇതേ സമയം തന്നെ 2ാം യുദ്ധമുഖമായ ലെബനോനിൽ അവിടെ ഇസ്രായേലിൻ്റെ യുദ്ധം തുടരുകയാണ്. ഇന്ന് ബെയ്റൂട്ട് നഗരത്തിൽ തീരാത്ത മിസൈൽ മഴയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ടെഹ്റാനിൽ എത്ര പേർ മരിച്ചു എന്നതിൻ്റെ കണക്ക് പോലുമില്ല. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ടെഹ്റാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ മുമ്പോട്ട് പോവുകയാണ്. അതേസമയം 7 ദിവസമായിട്ടും യുദ്ധത്തിന് ഒരു സൂചനയുമില്ലാത്തത് ട്രംപിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ട്രംപ് അതുകൊണ്ടാണ് ഇന്ന് വലിയ ഒരു ആഹ്വാനം നൽകി ഇറാൻ്റെ സൈനികരോട് നിങ്ങൾ കീഴടങ്ങുക, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് തരാം, അല്ലെങ്കിൽ മരണം ഉറപ്പാണ് എന്ന് പറഞ്ഞ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാൻ കീഴടങ്ങുന്നില്ല, ഇറാൻ യുദ്ധത്തിൽ തുടരുന്നു എന്നതാണ് ആശങ്കപ്പെടുന്നത്. 7ാം ദിവസവും തുടരുമ്പോൾ സ്വാഭാവികമായും ഇതെങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന ആശങ്കയുണ്ട്. മാത്രമല്ല വലിയ തോതിൽ വിപണിയെ ഇത് ബാധിച്ചിരിക്കുന്നു. അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ എണ്ണവില കുതിച്ചുയർന്നു. പല വിപണിയും, ഉദാഹരണത്തിന് ഏഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്ന ദക്ഷിണ കൊറിയയുടെ ഓഹരി വിപണി അതിന് 12% ഇടിഞ്ഞത്. ഏറ്റവും അധികം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ
ഈ വിപണി ഇടിഞ്ഞത് ദക്ഷിണ കൊറിയയ്ക്കാണ്. ഇത് വലിയ തോതിൽ ആ രാജ്യത്തെ ബാധിക്കും. ലോകത്തെല്ലായിടത്തും ഇതിൻ്റെ പ്രതിഫലനമുണ്ട്. അതിന് കാരണം ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതാണ്. അതിലൂടെ ഒരു കപ്പലും കടത്തിവിടുന്നില്ല. അവിടേക്ക് കടന്നു വരുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇന്ന് പുറത്തേക്ക് വരുന്നത് വളരെ വിചിത്രമായ വാർത്തയാണ്. ചൈനയ്ക്ക് മാത്രം ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ അനുമതി കിട്ടുമെന്നാണ്. അങ്ങനെയെങ്കിൽ ചൈനയുടെ ഒരു മേധാവിത്വത്തിന് ഇത് കാരണമാകും. വാസ്തവത്തിൽ ചൈനയെ പാഠം പഠിപ്പിക്കാനാണ് ഈ യുദ്ധത്തിന് പോലും അമേരിക്ക ഇറങ്ങിയത്. പക്ഷേ ചൈനയ്ക്ക് മാത്രം ഇളവ് നൽകുന്ന സാഹചര്യം ഉണ്ടാവും. അത് ചൈനയ്ക്ക് ഗുണമുണ്ടാവും. ചൈനയും റഷ്യയും ഇതുവരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും യുദ്ധത്തിൽ ഇറാനെ സഹായിക്കാൻ എത്തിയിട്ടില്ല. എന്നാൽ ഇറാനെ അവർ പരോക്ഷമായി സഹായിക്കുന്നു എന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. പരസ്യമായി ചൈനയോ റഷ്യയോ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഇസ്രായേലും അമേരിക്കയും നേരിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ഇതിങ്ങനെ നീണ്ടുപോയാൽ അവർക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഭയപ്പെടുന്നു. മാത്രമല്ല, ഏതാണ്ട് 10,000 കിലോമീറ്റർ അകലെ പ്രഹരശേഷിയുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പുതുതായി കാലിഫോർണിയയിൽ അമേരിക്ക പരീക്ഷിച്ചിട്ടുണ്ട്. അത് ലോകാവസാന മിസൈൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ഭൂഖണ്ഡത്തെ മുഴുവൻ ചുറ്റിക്കറങ്ങി വരാനുള്ള അവസരമുണ്ട്. മണിക്കൂറിന് 24,000 കിലോമീറ്റർ വേഗതയിലാണ് ഇത് പറക്കുന്നത്. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തി യുദ്ധം ശക്തമാക്കി നിർത്താനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകവിപണിയെ ബാധിച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യയും കേരളത്തെയും ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നിന്നാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അരിയും പലവ്യഞ്ജന വസ്തുക്കളും പോകും. നമ്മുടെ ലുലു അടക്കമുള്ളവർ അവിടേക്ക് സാധനങ്ങൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പോകുന്നതെല്ലാം കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഏതാണ്ട് 100ഓളം കണ്ടെയ്നറുകൾ കെട്ടിക്കിടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇവിടെയുള്ള കയറ്റുമതി ബിസിനസ്സിനെ മുഴുവൻ ഇത് ബാധിച്ചിരിക്കുന്നു. അതായത് കൊച്ചു കേരളത്തെ പോലും ഇത് ബാധിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ മറ്റ് ലോകത്തെ ആളുകളുടെ കാര്യം പറയണം. അതിനിടയിലാണ് ഇന്ത്യയിൽ വിശാഖപട്ടണത്തിൽ നടന്ന ഈ ട്രയലിന് ശേഷം മടങ്ങിപ്പോയ ഇറാൻ്റെ കപ്പലിനെ ശ്രീലങ്കൻ തീരത്ത് വെച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കൻ നാവികസേന മുക്കി. ഇതിന് വലിയ പ്രതിഷേധം ഇന്ത്യക്കെതിരെയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ അതിഥിയായിരുന്നു ആ കപ്പലെന്നാണ് ഇറാൻ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ 25-ന് തന്നെ ഇന്ത്യൻ തീരം വിട്ട ആ കപ്പൽ എങ്ങനെ ഇപ്പോഴും ഇന്ത്യൻ അതിഥിയാകുമെന്നാണ് ഇന്ത്യയുടെ നാവികസേനയുടെ ചോദ്യം. എങ്കിൽ പോലും വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് ഈ ഇന്ത്യൻ തീരത്തൊരു കപ്പൽ മുക്കിയത്. അതിനോടൊപ്പം തന്നെ ഇറാൻ്റെ തീരത്ത് തന്നെ അവരുടെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നുകൂടി ഇന്ന് അമേരിക്ക മുക്കിയിട്ടുണ്ട്. വലിയ ഡ്രോൺ കാരിയറാണ്. ഈ ഡ്രോൺ കാരിയർ മുക്കിയിട്ടുണ്ട്. മുക്കുക, തീ കത്തിക്കുക എന്നതാണ് അമേരിക്കയുടെ നയം. ഇറാൻ്റെ നാവികസേനയെ പൂർണ്ണമായും ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ഇതൊക്കെ സംഭവിച്ചത്. അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണവും യുദ്ധവും മുമ്പോട്ട് പോകുമ്പോഴും എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ സമയത്ത് തന്നെ യുദ്ധാന്തരീക്ഷത്തോട് സഹകരിച്ച് മുമ്പോട്ട് പോകാൻ ലോകം പഠിച്ചു തുടങ്ങി. കൊച്ചിയിൽ നിന്നടക്കം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അബുദാബിയിലേക്കും ദുബായിലേക്കും ഒക്കെ ഈ മിസൈൽ ഡ്രോൺ അന്തരീക്ഷത്തിലും വിമാന സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരൊക്കെ പതിയെ പതിയെ നാട് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ലോകം മുൾമുനയിലാണ്, ആശങ്കയിലാണ്. യുദ്ധത്തിന് അറുതി വന്നിട്ടില്ല. ഇരുകൂട്ടരും വാശിയോടുകൂടി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. ടെഹ്റാനും ബെയ്റൂട്ടും ചുട്ടരിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. അതേസമയം അവരാൽ കഴിയുന്ന വിധത്തിൽ ചെറുത്തു നിൽക്കുകയും ഇങ്ങോട്ടുള്ള മിസൈൽ ആക്രമണം കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ. പക്ഷേ ഇറാൻ ഇതുവരെ കീഴടങ്ങിയിട്ടില്ല. യുദ്ധം ഇനിയും തുടരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ.